ഹലോ, നമ്മളിന്ന് കാനഡയിൽ തന്നെ വാങ്ങാൻ പറ്റിയ ടോപ്പ് 5 കാറുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ ടോപ്പ് 5 SUVs ആണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അതും കാറ്റഗറി വരുന്നത് ഓൾമോസ്റ്റ് ഒരു $50,000 താഴെ, ഇൻക്ലൂഡിങ് ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 50,000 താഴെ വരുന്ന വണ്ടികളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. 5 വാല്യൂ ഫോർ മണി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഓവറോൾ ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നോക്കി അതിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്ന 5 വണ്ടികളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അതിനകത്ത് 5ാമത് വരുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുബറുവിൻ്റെ ഫോറസ്റ്റർ ആണ്. ഫോറസ്റ്ററിൻ്റെ തന്നെ ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ് ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു $50,000 താഴെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കിടുക്കൻ ബൈ ആണ്. എന്തുകൊണ്ട് ഫോറസ്റ്ററിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ ഓൾ വീൽ ഡ്രൈവ് നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഓൾ വീൽ ഡ്രൈവ് അതിനകത്ത് അവൈലബിൾ ആണ്. നല്ലൊരു കമാൻഡിങ് പൊസിഷൻ നമുക്ക് അതിനകത്ത് ഇരുന്നുണ്ട്. അതിനകത്ത് ടെക്നോളജി കാര്യങ്ങളൊക്കെ നല്ല ടെക്നോളജിയാണ്. അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നല്ല വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. അതുപോലെ അതിനകത്ത് ഇൻറ്റീരിയർ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് സുബറുവിൻ്റെ ഫോറസ്റ്റർ അവർ മേക്ക് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് 2026 വരുമ്പോഴത്തേനും അവർ ഏറ്റവും പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടോപ്പ് 5 ബൈയിൽ നമ്മുടെ ഈ ഫോറസ്റ്റർ നമുക്ക് 5ാമതായി വന്നിരിക്കുന്നത്. 4ാമതായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹുണ്ടായിൻ്റെ ട്യൂസോൺ അല്ലെങ്കിൽ നമ്മുടെ കിയേൻ്റെ സ്പോട്ടേജ്, രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ടാണ്. മീൻസ് അതിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഒരേപോലെയും അതുപോലെ എൻ്റെ എൻജിനൊക്കെ ഷെയർഡ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരേപോലെ പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് 4ാമത് വരുന്നത്. ഇത് സുബറു ഫോറസ്റ്ററുമായിട്ടുള്ള ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ആ ഒരു ഒരു പടി മേളിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂസോണിൽ വരുമ്പോഴത്തേനും നമുക്ക് 1,00,000 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി വരുമ്പോഴത്തേനും 8 വർഷത്തേക്ക് 1,60,000 കിലോമീറ്റർ വരെ നമുക്ക് ഇതിനകത്ത് ബാറ്ററീൻ്റെ ആണെങ്കിലും ഇതിന് നമുക്ക് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സുപ്പീരിയർ ക്വാളിറ്റി, ഇൻറ്റീരിയർ ഒക്കെ സുപ്പീരിയർ ക്വാളിറ്റിയാണ്. ഹുണ്ടായിൻ്റെയും കിയേൻ്റെയും വണ്ടികളാണ് ഞാൻ എപ്പോഴും സുപ്പീരിയർ ആയിട്ടുള്ള ഈ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അതിനകത്ത് തന്നെ നമുക്ക് അതിനകത്തോട്ട് വരുമ്പോഴത്തേനും അകത്തേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ചെറിയ ട്രിമ്മുകളിലാണ് പോലും 12.3 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇവർ കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹീറ്റഡ് സീറ്റ്സ്, വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ചെറിയ ട്രിമ്മിൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ട്യൂസോണും സ്പോട്ടേജും വരുന്നത്. നമുക്ക് 3rd പൊസിഷൻ നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് മാസ്ദേൻ്റെ CX-50 അല്ലെങ്കിൽ CX-5 ആ മോഡലുകൾക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം മാസ്ദേൻ്റെ വണ്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇൻറ്റീരിയർ ഭയങ്കര എലഗൻ്റ് ആയിരിക്കും. അതിനകത്ത് ടെക്നോളജിയും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ലക്ഷറിയസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു വണ്ടിയാണ്. അതുപോലെ റിലയബിളാണ് വണ്ടി. നമ്മൾ ഇപ്പോൾ ടോപ്പ് 5 എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും റിലയബിൾ ആയിട്ട് വരുന്ന നമ്മുടെ ആ ടോപ്പ് 5-ൽ ഒരെണ്ണം നമ്മുടെ ഈ ഒരു മാസ്ദയാണ്. മാസ്ദേൻ്റെ വണ്ടികളിൽ എനിക്ക് CX-5-നേക്കാളും എനിക്ക് ആ CX-50-ൻ്റെ ഡിസൈനാണ് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ആ ഡിസൈനും കാര്യങ്ങളും. അതുപോലെ നമുക്ക് ഇതിനകത്ത് വരുമ്പോഴത്തേനും മാസ്ദയിലേക്ക് വരുമ്പോഴത്തേനും വേറൊരു സുപ്പീരിയർ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഹൈബ്രിഡ് സിസ്റ്റം ടൊയോട്ടയിൽ നിന്നാണ് ഇവർ സോഴ്സ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ടൊയോട്ടയും മാസ്ദയും തമ്മിൽ ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 5% ആയിട്ട് നമ്മുടെ ഈ ഒരു ടൊയോട്ട മാസ്ദേൻ്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ US-ലുള്ള ഇവരുടെ ഒരു പ്ലാന്റ് ഇവർ ഷെയർ ചെയ്തിട്ടാണ് ഇവർ ഇതിൻ്റെ ബിൽഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ കൊറോളയും അതുപോലെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാസ്ദ 50 അല്ലെങ്കിൽ CX-5 ആ ഒരു വണ്ടികൾ രണ്ടും ആ പ്ലാന്റിൽ ഇവർ ഷെയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കോമ്പോണൻസ്. അതുപോലെ 2028 വരുമ്പോഴത്തേനും ഇവർ കുറച്ചും കൂടെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ടൊയോട്ടേൻ്റെ എൻജിനീയറിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു ന്യൂസും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും വണ്ടി മാസ്ദ വളരെ റിലയബിൾ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. നമുക്കിതിനകത്ത് 3 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് നമുക്ക് മാസ്ദ ഇതിനകത്ത് നമുക്ക് വാറണ്ടി തരുന്നുണ്ട്. അതൊക്കെ വേറെ ഈ സെഗ്മെൻറ്റ് വേറെ വണ്ടികളിൽ കാണാത്ത തരമുള്ള ഒരു വാറണ്ടിയാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നമ്മൾ ഈ ഒരു മാസ്ദേനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തും അല്ലെങ്കിൽ വേറിട്ട് നിർത്തും എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പ് 3 വരെ എത്തി. നമുക്കിനി 2-ലേക്ക് പോകുമ്പോഴത്തേനും ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും നമുക്ക് ടോപ്പ് 2 and 1 ഏതായിരിക്കുമെന്ന്. നമ്മുടെ 2-ലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ടോപ്പ് 2nd വണ്ടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് നമ്മുടെ ഹോണ്ടേൻ്റെ CR-V ആണ്. CR-Vൻ്റെ തന്നെ സ്പോർട്ട് ട്രിമ്മൊക്കെ നമുക്ക് ഒരു $50,000 താഴെ നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കിടുക്കം വണ്ടിയാണ്.
ഇഷ്ടം പോലെ ഇന്റീരിയർ സ്പേസ്, അതുപോലെ നമുക്ക് ടെക്നോളജി വൈസ് ആണെങ്കിലും അതിൻ്റെ പ്രീമിയം ക്വാളിറ്റി വൈസ് ആണെങ്കിലും എഞ്ചിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആണെങ്കിലും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഹൈബ്രിഡ് സിസ്റ്റവും അങ്ങനെ മൊത്തത്തിൽ പാക്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു 2022 വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് 5 വരുന്നതിൽ സെക്കൻഡാണ് നമ്മുടെ ഈ ഒരു CR-V വരുന്നത്. ഇതിനൊക്കെ ആണെങ്കിലും വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ടൊയോട്ട ആയിട്ട് സെയിം ആണ് വരുന്നത്. ടൊയോട്ട അല്ലെങ്കിൽ ബാക്കി ബ്രാൻഡുകളായിട്ട് സുപ്പീരിയർ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുക്കുന്നില്ല. പക്ഷേ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഹോണ്ടൻ്റെ വണ്ടികൾ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇതിനകത്ത് അങ്ങനെ വളരെ പ്രശ്നങ്ങൾ വരുന്നത് കുറവാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഇങ്ങോട്ട് പുതിയ വണ്ടികളിലേക്ക് വരുമ്പോഴത്തേനും പിന്നെയും സെൻസറുകളുടെ പ്രശ്നങ്ങളൊക്കെ പിന്നെയും വരാറുണ്ട്. പക്ഷേ എൻജിൻ വൈസ് അല്ലെങ്കിൽ ഗിയർ ബോക്സ് വൈസ് വണ്ടി ഭയങ്കര റിലയബിളാണ്. നിങ്ങൾ മേടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഓയിൽ ചേഞ്ചും ബാക്കി കാര്യങ്ങൾ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയോഡിക്കലി നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബൈക്കാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടേൻ്റെ CR-V 2026 ഹൈബ്രിഡ് കൂടി ആകുമ്പോൾ നല്ല മൈലേജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മഞ്ഞത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ടെറൈനിലാണെങ്കിലും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു CR-V. ടോപ്പ് 1ലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഗസ് എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ 2026 RAV4 ഹൈബ്രിഡ്. അതാണ് നമ്മുടെ ഏറ്റവും എന്താ പറയുക, എനിക്ക് പേഴ്സണലി നമുക്ക് കാനഡയിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടും അതുപോലെ റിലയബിൾ ആയിട്ടുമുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈബ്രിഡിൻ്റെ തന്നെ LE അല്ലെങ്കിൽ SC ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതിനകത്ത് കോംപ്രമൈസ് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടൊയോട്ടേൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഹയർ ട്രിമ്മിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മാക്സിമം ടെക്നോളജി കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മുടെ ലെതർ സീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോണ്ടയിലും സെയിം ആണ്. നമ്മൾ ആ ഒരു ലെതർ ട്രിമ്മിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് XLE അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലെതർ സീറ്റൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ സ്ക്രീന് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് മുമ്പത്തെ വർഷമായിട്ട് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മുടെ ടോപ്പ് 1ലേക്ക് എത്താനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിൻ, ഇതിൻ്റെ ട്രാൻസ്മിഷൻ, ഹൈബ്രിഡ് സിസ്റ്റം, അതുപോലെ ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ഈ 2026 നമ്മുടെ RAV4 കയറിയ ആൾക്കാർക്കറിയാം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ വരുന്നുണ്ട്. അതിനകത്ത് ടച്ച് സ്ക്രീനൊക്കെ ആണെങ്കിലും ഭയങ്കര വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിനകത്ത് ഗൈഡഡ് എല്ലാ കാര്യങ്ങളും ഈ ഒരു 2026ലേക്ക് വരുമ്പോഴത്തേനും ടൊയോട്ട നമുക്ക് RAV4 തരുന്നുണ്ട്. അതുപോലെ തന്നെ റിലയബിലിറ്റീൻ്റെ കാര്യം ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള, ലോകത്ത് തന്നെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് ടൊയോട്ടേൻ്റെ വണ്ടികൾ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബയേഴ്സ് ആഗ്രഹിച്ച് വാങ്ങുന്ന ഒരു വണ്ടി കൂടിയാണ് ഈ RAV4 എന്ന് പറഞ്ഞാൽ. ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിലും ഞാൻ ടൊയോട്ടേൻ്റെ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ മേജറായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ പീരിയോഡിക്കലി അതിൻ്റെ ചേഞ്ചിങ് ഓയിൽ ചേഞ്ച്, ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഏകദേശം ഒരു 60,000-70,000 കിലോമീറ്റർ ആകുമ്പോൾ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ലൈഫ് ടൈമായിട്ട് ഈ വണ്ടി ഓടും. അത്യാവശ്യം ഒരു 1 മില്യൺ അടിച്ച കാറുകൾ വരെ നമുക്ക് ഈ ഒരു ന്യൂസുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും സുപ്പീരിയർ ക്വാളിറ്റി അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ടൊയോട്ടേൻ്റെ വണ്ടികൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പ് 5 എന്ന് പറയുന്നത്. ടോപ്പ് 5ൽ റിലയബിൾ ആണെന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ല, കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സോട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ടോപ്പ് 5ൽ ഞാൻ ഇതിനകത്ത് ചൂസ് ചെയ്തേക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് പേഴ്സണലി പ്രിഫർ ചെയ്തേക്കുന്ന രീതിയിലാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ റിലയബിൾ ആയിട്ടുള്ള ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ടൊയോട്ട, ഹോണ്ട, അതുപോലെ സുബാറുവിൻ്റെ തന്നെ ഫോറസ്റ്റർ, അതുപോലെ നമ്മുടെ ഈ ഒരു മാസ്ത വണ്ടികൾ. ഈ 4 വണ്ടികളും നമ്മുടെ കാനഡയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ നമ്മുടെ ND പവറിൽ ടോപ്പ് 5ൽ വന്ന മീൻസ് ബ്രാൻഡുകളാണ് നമ്മുടെ ഈ ഒരു 4 വണ്ടികളും. അതുപോലെ 5ാമത് ഞാൻ എന്തുകൊണ്ട് നമ്മുടെ കിയ അല്ലെങ്കിൽ ഹുണ്ടായി ചൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഓടിക്കാത്ത ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഒരു 100,000 മേളിലൊന്നും അങ്ങനെ ഒരു 5 വർഷം 6 വർഷം കൊണ്ടൊന്നും ഓടിക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട്, വളരെ ചെറിയ ട്രാവലുകൾ. എന്നാൽ അവർക്ക് കുറച്ചും കൂടെ 360 ഡിഗ്രി ക്യാമറാസ്, അതുപോലെ സീറ്റിൻ്റെ ക്വാളിറ്റി, സ്ക്രീന്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹിച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് നല്ലൊരു ബൈയാണ്. അതുപോലെ തന്നെ അതിനകത്താണെങ്കിൽ നമ്മുടെ ഹുണ്ടായിലാണെങ്കിലും
നമ്മുടെ കിയയിലാണെങ്കിൽ അവർ 1,00,000 കിലോമീറ്റർ വരെ നമുക്ക് മാനുഫാക്ചർ വാറണ്ടി തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഈ ഒരു ടോപ്പ് 5ലേക്ക് നമ്മുടെ കിയ ഹുണ്ടായി വണ്ടികൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഏതാണ് വണ്ടി ഇതിനകത്ത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.